Hello guys, welcome back to Aishwarya Mansi YouTube channel. It's me Aishwarya. It's me Aditya. Okay. അപ്പൊ നമ്മൾ ഇന്നൊരു ഗസ്റ്റ് വെഡിങ് മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് മോയ്സ്ചറൈസർ ആണ്. ഫസ്റ്റ് ആദ്യം ചെയ്യും, പിന്നെ ഞാൻ ചെയ്യും കേട്ടോ. ഫസ്റ്റ് മോയ്സ്ചറൈസർ പൊക്കിപ്പിടി. കുറച്ച് മതി. ഓക്കെ, ഞാന് ഉണ്ണിയുടെ എന്ത് സ്കിന്നാ? കോമ്പിനേഷൻ എന്റെ അത് ഇത്തിരി കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഡ്രൈ ആവും, പക്ഷെ ഇവിടെ മാത്രം ഓയിൽനെസ് തോന്നിക്കും. അതാണ് കോമ്പിനേഷൻ സ്കിൻ. അത് കാരണം ചില മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഇട്ടാൽ ഭയങ്കര എണ്ണമയം തോന്നിക്കും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് മോയ്സ്ചറൈസർ കുറച്ചേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യണേ. സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലോട്ടസിന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വല്ല ടെക്നിക്കും ഉണ്ട്. സാധാരണ പറയാറുണ്ട് ഒരു വിരല് മൊത്തം ഇറങ്ങുന്നത്, പക്ഷെ ഇത് ഇത്തിരി റെയിനി സീസൺ ആയ കാരണം, മഴക്കാലമായി, നമുക്ക് അധികം സൂര്യതാപം എടുക്കില്ല എന്ന വിശ്വാസത്തോടെ. പിന്നെ ഓരോരുത്തരുടെയും സ്കിന്നിന്റെ ടെക്സ്ചർ ആയാലും എന്തായാലും വ്യത്യാസമാണ്. അപ്പൊ അവനവന്റെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ എന്താ മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും അളവെടുക്കുക. ഞാൻ വളരെ ഒരു 3 ഡ്രോപ്പ് എടുക്കാറുള്ളൂ. അപ്പൊ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇത് സെറ്റ് ആയി. ഓക്കെ, നമ്മുടെ സൺസ്ക്രീൻ അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുഖത്ത് എവിടെയൊന്നുമില്ലല്ലോ. ശരിക്കും ഇത് കഴുത്തിലും കൂടി ഞാൻ അപ്ലൈ ചെയ്യണം, പക്ഷെ എന്റെ ഇത്തിരി കോളർ നെക്ക് ആയ കാരണം എനിക്ക് കഴുത്തത്ര ഈ ഒരു ഔട്ട്ഫിറ്റിന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കൺസീലർ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൺസീലറിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കളർ കറക്റ്റർ നോക്കാം. ഓക്കെ, എന്റെ കണ്ണിന് ഇത്തിരി ഡാർക്ക്നെസ് ഉണ്ട്, അത് കാരണം ഞാൻ കളർ കറക്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇല്ലാത്തവരൊന്നും യൂസ് ചെയ്യണ്ട. ഇല്ലാത്തവർ കളർ കറക്റ്റർ യൂസ് ചെയ്യണ്ട. പ്രോ കൺസീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ കൺസീലർ ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇത്തിരി ബ്രഷ് ടൈപ്പ് ആണ് കേട്ടോ, ഞെക്കിയ നല്ലതിൽ വരും. അപ്പൊ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലർ ഇൻസൈറ്റിന്റെ ആണ്. ഈ സംഭവമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് കൺസീലർ പ്ലസ് ഫൗണ്ടേഷൻ ആണ്. കൺസീലർ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് കളർ കറക്റ്റർ നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് ഉള്ളിടത്ത് മാത്രം. പിന്നെ എനിക്ക് ഇവിടെയും കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, അവിടെയും നമ്മൾ കുറച്ച് കളർ കറക്റ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് മതി, അധികമായ പണിപ്പിച്ചാണ്. ഇനി നമുക്ക് ഇതിനെന്താ പറയാ ഇങ്ങനത്തെ ഒരു പഫ് ഉണ്ട്. നമുക്ക് അധികം ബ്രഷ് ഒന്നും വേണ്ട. ഐ ഷാഡോ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ. ഓക്കെ, നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് ഇനി വേണ്ടത്. നമുക്ക് അധികം ബ്രഷസ് ഒന്നും വേണ്ട. ബ്രഷസ് ഉള്ളത് ഒരുപാട് നല്ലതാണ്, പക്ഷെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് മിക്ക പ്രൊഡക്ട്സും വെച്ച് മേക്കപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിത് ബ്ലെൻഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഒരു മിനിമം മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഉണ്ണിക്ക് ചുറ്റും കണ്ണിന് ചുറ്റും അധികം ഡാർക്ക്നെസ് ഇല്ല, അത് കാരണമാണ് അവള് കളർ കറക്റ്റർ യൂസ് ചെയ്യാഞ്ഞത്. ഞാൻ എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ. കൺസീലർ ഉപയോഗിക്കുന്നത് ഇൻസൈറ്റിന്റെ ആണ്. ഡാർക്ക് സർക്കിൾസ് ഉള്ള കാരണമാണ് കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മളിത് എങ്ങനെ എടുക്കണേ, ഞാൻ എങ്ങനെ ഇത് എടുക്കാറ് വെച്ചാ ഈ ബ്യൂട്ടി ബ്ലെൻഡറിൽ കുറച്ച് അപ്ലൈ ചെയ്യും കേട്ടോ. ഇത്ര കൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ണാടി തരില്ലേതാ, ഞാൻ ഇതെന്തായാലും ബ്ലെൻഡ് ആക്കിയിട്ട് വരാം. 1 2 ഇങ്ങനെ ചെയ്യും. പിന്നെ ഒരെണ്ണവിടെ അങ്ങനെ ഇത്ര ഇടും. നമുക്ക് ആവശ്യമുള്ള പോർഷൻസിൽ മാത്രമേ ഞാൻ കൺസീൽ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കൃഷ്ണമണി മുകളിലോട്ട് പിടിച്ച് ബ്ലെൻഡ് ചെയ്യണം. ഒരു വിമാനം പോകുന്നുണ്ട്, ഒരു എയറോപ്ലെയിൻ പോകുന്നുണ്ട്.
നമ്മളെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ നനച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ കിടക്കും. അപ്പൊ നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം എന്തായാലും കണ്ണാടി പോയി നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അടുത്ത കസിന്റെ അങ്ങനെ ഇത്ര അധികം മേക്കപ്പ് ചെയ്ത് പോവാ ആ ലെവലല്ല. ഒരു ഫ്രണ്ടിന്റെ മാരേജിന് നമുക്ക് മിനിമം പോകാൻ പറ്റുന്ന ഒരു മേക്കപ്പ്, ഒരു കുഞ്ഞു മേക്കപ്പ് ആണ് കേട്ടോ. നമുക്ക് ഇത് അത്യാവശ്യം ഫങ്ഷൻ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന മേക്കപ്പ് ആണിത്. കഴിഞ്ഞ എങ്ങനെയാ കൺസീലർ ചെയ്ത്? കണ്ണ് നന്നായി വെളുത്തിരി. കൂടുതലില്ല. കൺസീൽ ചെയ്താലേ നമുക്ക് കണ്ണിന് ഒരു ആഷ് കളർ വരും, കണ്ടോ? ഈ ആഷ് കളർ ഇപ്പോ അവൾക്ക് അധികം ഡാർക്ക്നെസ് ഇല്ലാത്ത കാരണം ആഷ് കളർ അധികം ഇല്ല. പക്ഷെ എനിക്ക് കണ്ണിന്റെ അടിയിൽ നന്നായി ഡാർക്ക്നെസ് ഉള്ള കാരണം എനിക്ക് കളർ കറക്റ്റർ ഇടാണ്ട് കൺസീൽ ചെയ്താൽ ഭയങ്കര അധികം ആഷ് കളർ കണ്ണിന്റെ അടിയിൽ തോന്നിക്കും. അതിനാണ് ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്തത്. മനസ്സിലായോ? അത്രയില്ല, എന്നാലും പൗഡർ അടിച്ച പോലെ ഉണ്ട്. അപ്പൊ കളർ കറക്റ്റർ നിങ്ങൾക്ക് നന്നായി ഡാർക്ക്നെസ് ഇല്ലെങ്കിൽ കളർ കറക്റ്റർ മസ്റ്റ് ആണ് ഗൈസ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ആണ്. നമ്മളെല്ലാം കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ മാത്രം ലാസ്റ്റ് ഓവറായി പോകും. ഓക്കെ, നമ്മളപ്പോ കൺസീലർ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഉണ്ണിപ്പ എന്താ ചെയ്തത്? ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഫൗണ്ടേഷൻ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ഡാസ്ലർ ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ ആണ്. ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് മീഡിയം സ്കിൻ ടോണിന് പറ്റിയതാണ്. അതായത് നമ്മളെ പോലെയുള്ള കേരള മലയാളീസിന് പറ്റിയ സ്കിൻ ടോണിന് പറ്റിയതാണ് കേട്ടോ. അപ്പൊ ഇതും നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഉണ്ണി കയ്യിൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാറ്. ഞാൻ എല്ലാം ബ്യൂട്ടി ബ്ലെൻഡറിലാക്കിയിട്ടാണ്. ഇത് ഇത്തിരി ലിക്വിഡ് ആണ്, അത് കാരണം ഇത്തിരി നീക്കി നിന്ന് വേണം അപ്ലൈ ചെയ്യാൻ. ഒരു ഡ്രോപ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മളെപ്പോഴും ഇത് ഒരു ടീ മോഡലിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. 1 2 3 ഇനി താഴോട്ട്, ടീയുടെ താഴോട്ട്, അങ്ങനെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് എടുത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി അധികം എടുത്തിട്ടുണ്ട്. നമുക്കൊരു ടീ മോഡലിലാക്കി ഇത് ചെയ്യാവും കേട്ടോ. നമ്മൾ കണ്ടമാനം ഇട്ടാണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ അധികമായോ എന്ന് വരെ ഡൗട്ട് ഉണ്ട്. ഇനി ഈ ടീ മോഡൽ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നത് 2 കവിളത്ത് ഓരോ കുത്തു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി വീണ്ടും അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങളപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരത്താണ് ഉണ്ണിയുടെ ഫ്രണ്ട് വന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അവളോട് വർത്താനം പറഞ്ഞിട്ടാണ് ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തത് കേട്ടോ. അത് കാരണം നല്ല ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നിട്ടാണ് ബാക്കി മേക്കപ്പ് ചെയ്തത്. ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ലിപ് ലൈനർ ആണ് കേട്ടോ. ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു സൂപ്പർ മാറ്റ് എന്ന് പറഞ്ഞ ഒരു ലിപ് ലൈനർ ആണ്. ഇതിന്റെ കോഡ് P102 എന്ന് പറയുന്ന ഒരു കോഡുള്ള ലിപ് ലൈനർ ആണ്. സൂപ്പർ മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ലിപ് ലൈനർ വരയ്ക്കുന്നത് വഴി നമുക്ക് ലിപ്പ് നന്നായി ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ലിപ് ലൈനർ വെച്ച് വരയ്ക്കാം. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡ് ആയാലും നമുക്ക് അത് എടുത്തറിയില്ല കേട്ടോ. ഞാൻ അടുത്തായിട്ട് ഞാൻ കണ്ണ് എഴുതാണ്. ഓക്കെ, ഓക്കെ, ലിപ് ലൈനർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉണ്ണി കണ്ണ് എഴുതി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? ലിപ്സ്റ്റിക്കിന്റെ പരിപാടികൾ കഴിച്ചേക്കാം. ന്യൂഡ് ഇട്ടാലോ അതോ ഇതിടണോ? ഉണ്ണി പറയൂ. അപ്പൊ നമുക്ക് ഞാൻ ഇതിപ്പോ മീശോന്ന് വാങ്ങിയതാണ്. ഇതിന്റെ പരിപാടി തരിപ്പണം പരിവായ ലിപ്സ്റ്റിക് ആണ്. ഇത് ഹുഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്. അപ്പൊ എന്റെ ഇവിടെ കേടായി, അത് കാരണം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. പുതിയതൊരെണ്ണം വാങ്ങണം. അപ്പൊ ഞാൻ ഇതിന്ന് റെഡ് കളർ ഒരു ലിപ്സ്റ്റിക് ആണ് എടുത്തത് കേട്ടോ.
സെക്കൻഡ് ആയിട്ട് മിക്സിംഗ് ആണ് നടക്കുള്ളൂ. സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക് ആണ് നമ്മൾ എടുത്തത്. ഇതിന്റെ ഷെയ്ഡ് ഇത് ക്രീം കോക്കോ പെബിൾ BR03 എന്ന് പറയുന്ന ഒരു ഷെയ്ഡിന്റെ ലിപ്സ്റ്റിക് ആണ് സ്റ്റുഡിയോന്റെ. നമുക്ക് ഇതിട്ട് കൊടുക്കാം. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, നല്ല കോഫി ബ്രൗൺ കളറാണ്. അപ്പൊ ഞാൻ എന്നിട്ടാ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് പൊട്ടം ഞാനും ഈ ലിപ്സ്റ്റിക് ആണ് കണ്ണാടി താഴ്ത്തി പിടിച്ചിരി കുട്ടേ മോങ്ങുന്ന കാണണ്ടേ. ഓക്കെ, ഈ ലിപ്സ്റ്റിക് ഇടല് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇനി ഞാൻ കണ്ണെഴുതിയിട്ടില്ല. എവിടെ ഐലൈനർ എവിടെ? അടുത്ത് നമ്മൾ ഐലൈനർ എഴുതാൻ പോവാണ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഡാസ്ലർ ബ്രാൻഡിന്റെ ഐലൈനർ ആണ്. ചെറുപ്പം തൊട്ട് ഉപയോഗിക്കുന്ന ഐലൈനർ ആണ്. നമുക്ക് അതെടുത്തിട്ട് ഞാൻ എഴുതിയിട്ട് വരാം. അപ്പോഴേക്കും ഉള്ള ലിപ്സ്റ്റിക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാ. ഈ ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വാലിട്ടങ്ങ് ഇത് എങ്ങനെ ഇരിയല്ലോ? എന്റെ രണ്ട് കണ്ണും രണ്ട് തരത്തിലാണ് ഐലൈനർ എഴുതിയുണ്ടാവുക. ഉണ്ണിക്ക് തുമ്മലാണ് ഗൈസ്. വല്ല അപശബ്ദങ്ങളും കേട്ടാൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഈ കോർണർ ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പൊ ആ കോർണർ ഫില്ല് ചെയ്യാം. കോർണർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കോർണർ ഫില്ല് ചെയ്തിട്ട്, അതായത് ഈ കോർണറും ഫില്ല് ചെയ്ത് നമ്മൾ ഐലൈനർ എഴുതി വാലിടുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് നീളം കൂടുതലുള്ള പോലെ തോന്നും. എൻ്റെ അപ്പം ചെറിയ കണ്ണാണ്, അപ്പൊ നീളം കൂടുതൽ തോന്നാനുള്ള ഒരു ടെക്നിക്കാണിത്. നിങ്ങളുടെ വലിയ ഉണ്ടക്കണ്ണാണെങ്കിൽ നിങ്ങൾ ഈ കോർണർ ഫില്ല് ചെയ്യരുത്. നിങ്ങളുടെ വലിയ കണ്ണ് കൂടിയായിട്ട് തോന്നും. അപ്പൊ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു. ഉണ്ണി ഒരു പൊട്ടെടുത്തിട്ട് വരൂ. ബ്ലാക്ക് എടുത്തോ? ബ്ലാക്ക് ഓർഡർ ആണ്, ഓർഡർ. ഇനി നമുക്ക് ഹെയർ നോക്കാം. അപ്പോഴേക്കും ഉണ്ണി സാധനം എടുത്ത് വരട്ടെ. ഇനി നമുക്ക് ഹെയർ നോക്കാം. അപ്പോഴേക്കും പൊട്ട് വന്നു. ഞാൻ മിക്സിംഗ് ഒന്നും നടത്തിയിട്ടില്ല ഗൈസ്. ലിപ്സ്റ്റിക് ഒരു ഷെയ്ഡ് തന്നെയാണ്. എന്റെ ഏകദേശം കഴിഞ്ഞു. നിന്റെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചന്ദനം തൊട്ടിട്ട് വരാം ഗൈസ്. പൊട്ട് ഞാൻ കുത്തി ഗൈസ്. ഇനി ഞാൻ തല കെട്ടാൻ പോവാണ്. ഓക്കെ, അപ്പൊ മുടി കെട്ടാൻ പോവാണ്. ഇന്ന് എന്ത് സ്റ്റൈലാ? ഉണ്ണി കെട്ടിയ സ്റ്റൈലിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ കെട്ടിയതാ. ഞാൻ എല്ലാവരും കെട്ടണ ഹെയർ സ്റ്റൈലാണ്. നമുക്ക് വേറെ ഒന്നും കെട്ടാന്ന് അറിയില്ല. അപ്പൊ എന്തിനത്? ഇതൊക്കെ എന്തിനത്? ഞാൻ വിട്ടിട്ടായിരുന്നു. ഞാനിപ്പോ ഒരു നടുവാച്ചിലാണ് എടുത്തിരുന്നത്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? സെന്റർ പാർട്ടീഷൻ, മീൽസാ. അപ്പൊ നമ്മൾ എന്തായാലും മിഡിൽ പാർട്ടീഷൻ എടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ആ കണ്ണാടി ആവശ്യമില്ല. തമ്പരാട്ടി ഒന്ന് തരുമോ? ഇങ്ങനെ ഒന്ന് പിടിച്ചു തരൂ. നമുക്ക് ജോലിക്കാരുള്ളപ്പോൾ വേണ്ട, നമുക്ക് സ്വന്തമായി സഹോദരങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്? ഇതിനൊക്കെയല്ലേ സഹോദരങ്ങൾ. ഓക്കെ, നമുക്കിനി എന്ത് വേഗം കിട്ടണം. 11:15 മെടഞ്ഞൊരു പരിപാടി. എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ് പോണത്. 11:30 കല്യാണം. പിന്നെ ഇവിടത്തെ പള്ളിയിൽ തന്നെ ചെയ്യാനും കുഴപ്പമില്ല. ഇപ്പൊ തന്നെ 11:15 കഴിഞ്ഞു. 20 ആറായി. എനിക്ക് ഹെയർ സ്റ്റൈലിൽ ഞാൻ അത്ര വലിയ ആളല്ല ഗൈസ്. എനിക്ക് അതെന്താ ഒരു രാഗം പോലെ ജലദോഷാണ് ഗൈസ്. മഴയൊക്കെ അല്ലേ. അതല്ല, ഇന്നാണ് കുറെ നാളുകൾക്ക് ശേഷം കുളിക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ടാണ്. ഇത് പെടി അതിന്റെ ബുദ്ധിമുട്ടാണ് ഉണ്ണിക്കിട്ട. എനിക്കല്ല ബുദ്ധിമുട്ട്. നമുക്ക് ദിവസം ഇനി വീഡിയോയിൽ വരുമ്പോ കാണാം. എനിക്ക് പാരമ്പര്യ ജലദോഷം ഉള്ളത് കൊണ്ടും. ഓക്കെ, ഈ സ്റ്റൈല് രസമുണ്ട്. കെട്ടുമോളൂ, കല്യാണത്തിന് പോണം. എന്താ മോൾക്ക് ഇത്ര ധൃതി? എന്റെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, 7 മണിയുടെ ബസ്സിന് അവള് കൊല്ലും. പിന്നെ അവള് കല്യാണം കാരണം ബിസിയാണ്. കുഴപ്പമില്ല. എനിക്ക് ഒരു സൈഡ് മുടി കെട്ടറിയുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ മെടഞ്ഞ് ഈ നടുവഴിച്ചെടുത്ത് ഇവിടുന്ന് കുറച്ച് മുടി എടുത്ത് മെടയുക. കേളി ഹെയർ ഉള്ളവർ ഇത് അനുകരിക്കരുത്. അവർക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. അവര് ഓൾറെഡി നല്ല കേളി, നല്ല ഭംഗിയുള്ള കേൾസ് ആവില്ലേ. കോലമുടി, അതായത് സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്കാണ് ഈ ഹെയർ സ്റ്റൈല് അല്പം കൂടി ഭംഗി.
എന്റെ വർത്താനം കേട്ടു എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്. ഇല്ല ഗൈസ്. നമ്മള് കൊളായി ഗൈസ്. നമ്മൾ ഈ ഹെയർ സ്റ്റൈല് മാറ്റി പിടിച്ചാലോ? നമ്മള് വേഗം ഹെയർ സ്റ്റൈല് മാറ്റി പോവാണ്. മാറ്റി കാരണം പോവാണ്. 11:20 കഴിഞ്ഞു. Okay. 11:30ക്കാണ് കെട്ട്. 2 അടി നടക്കാനുള്ളത് 2 അടി അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇത്ര ക്ഷമയോട് കൂടി ഇവിടെ ഇരിക്കണേ. ഇനി അടുത്ത സ്റ്റൈല് നോക്കൂ ഗൈസ്. ഇങ്ങനെ കുറച്ച് മുടി എടുത്തു, കാണുന്നില്ലേ? ഇങ്ങനെ 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 പിരിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിരിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഈ ബാക്കിൽ വന്ന് സ്ലൈഡ് കുത്താട്ടോ. പുതിയ ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചത്. ഓക്കെ, അതെ, ഇതുവരെ ലോകത്ത് ആരും ചെയ്യാത്ത ഹെയർ സ്റ്റൈലാണ്. ഇനി ഞാൻ കണ്ണാടി ഇങ്ങോട്ട് പിടിക്കുമ്പോളേ ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ എടുക്കുക. പക്ഷെ ഞാൻ മറന്നുപോയി. എനിക്ക് ഒരു സൈഡ് മുടി കിട്ടാൻ അറിയുള്ളൂ കേട്ടോ. ഇങ്ങനെ 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 നന്നായി പിരിച്ചു കൊടുക്കുക. ഈ പിരിയിലാണ് നമ്മുടെ സ്റ്റൈലിന്റെ ഭംഗിയിരിക്കണേ കേട്ടാ. എന്നിട്ട് ഒന്ന് പുഷ് ചെയ്യുക മുമ്പിലോട്ട്. എന്നിട്ട് വീണ്ടും നമ്മള് കണ്ണാടി കൊണ്ട് ഇങ്ങനെയല്ല കിട്ടിയാണ്. സെയിമാ ഏകദേശം. ഇങ്ങനെയൊക്കെ മതി ഗൈസ്. സമയായി. ഞാൻ നോക്കട്ടെ. അയ്യോ ഞാൻ കമ്മലിട്ടില്ല. അതെന്റെ കമ്മല. ഇതെന്റെ കമ്മല. ഓക്കെ, എന്റെ തല കഴിഞ്ഞിരിക്കുകയാണ്. തളം കണ്ടില്ലേ കുറച്ചൊക്കെ? ഓക്കെ, തളം കണ്ട് ഗൈസ്. മേക്കപ്പ് ചെയ്താലും തളം കണ്ട്. ഇനി നമ്മള് കമ്മലിടാം. ഞാൻ ഇങ്ങനെ 2 അരയുടെ കമ്മലാണ് എടുത്തേക്കുന്നത്. ഉണ്ണി ഇന്ന് നാടൻ കുലീന ലുക്കാണ്. ഞാൻ ഇത്തിരി മോഡേൺ ക്യൂട്ട്നെസ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് 2 അരയുടെ കമ്മലെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ കമ്മലിട്ടേക്കാം. ഉണ്ണി ഇടുന്നതിന് മുമ്പ് ഞാൻ ഇട്ട് കഴിക്കാം. കഴിഞ്ഞു ഗൈസ്, അവള് കയറ്റിട്ടു. മത്സരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ട് മുന്നേ ചെയ്തത്. ഒരു കമ്പിൽ ഇട്ട് വെച്ചിട്ട് രണ്ടാമത്തെ കയറ്റിയിടാൻ നിന്ന്. അപ്പോഴാണ് ഞാൻ മത്സരം പ്രഖ്യാപിച്ച് 2 കമ്പിൽ കയറ്റിട്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ജലദോഷമായാണ്. അപ്പൊ 2 റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഞങ്ങൾ എന്തായാലും കല്യാണത്തിന് പോയിട്ട് വരാം. കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടാം. എത്ര നേരം ഇരിക്കുന്നത് എനിക്ക് അറിയില്ല. ദേഷ്യം വന്ന് ഞാൻ ബാക്കോട്ടൊക്കെ എടുത്ത് വെക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗസ്റ്റ് വെഡിങ് മേക്കപ്പ് ലുക്ക് ഞങ്ങളുടെ രണ്ടാളുടെ ഇതായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്യാ. കമന്റ് നീ പറയണോ? നീ അല്ലേ പറയണ്ടേ? കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി വീഡിയോ ഉണ്ടായിരിക്കും. എല്ലാവരും കാണുക, കമന്റ് ചെയ്യുക, മേക്കപ്പ് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, വീഡിയോ വരേക്കും ബൈ ബൈ.